പേര് റീന. അമ്മ മറന്നു. എന്നോളം വളർന്ന നിന്റെ പേര് ചോദിച്ചോർമ്മിക്കേണ്ടി വന്നല്ലോ ഈ അമ്മയ്ക്ക്. മോളെ, മോക്ക് ക്ഷീണം ഉണ്ടാവും. യാത്ര കഴിഞ്ഞ് വന്നല്ലേ. മോള് കുളിച്ചോളൂ. ഇത് എടുത്തോളൂ. അയ്യോ, സാരമില്ല, ഇത് കൊടുക്കണം. ഈ മുറി മോൾക്ക് ഉപയോഗിക്കാം. ഇനി മോള് കുളിച്ചോളൂ. അതാ ബാത്റൂം. സോപ്പും ടവലൊക്കെ അവിടെ ഉണ്ടാവും. പപ്പടം ഉണ്ണാറാകുമ്പോഴേക്ക് മതി കാച്ചുന്നത്. തണുത്താൽ ഒരു വസ്തുവിന് കൊള്ളുകയില്ല. ശരി ചെറിയമ്മേ, ഉച്ചയ്ക്ക് ഉണ്ണാൻ ഒരാളൂടെ ഉണ്ടാവും. ഉച്ചയ്ക്ക് മാത്രമല്ല, കുറച്ച് ദിവസം. ആരാ? എന്റെ ഒരു കൂട്ടുകാരിയുടെ മകളാ. ആഹാ, എന്താ മോളുടെ പേര്? റീന. റീന. ഇപ്പോഴത്തെ ഓരോ പരിഷ്കാര പേരുകളെ. ഇവിടെ ഒരെണ്ണത്തിന്റെ പേര് കേട്ടില്ലേ? നീലിമ. പണ്ട് ചെറിമകൾ കിട്ടണ പേരാ ഇപ്പൊ തമ്പുരാട്ടി കുട്ടികൾക്ക്. റീന അതിലും ഭേദമാ. അദ്ദേഹത്തിന്റെ ചെറിയമ്മയാ. കുട്ടി എങ്ങനെയാ? ഇറച്ചി മീനൊക്കെ കഴിക്കുവോ? എന്തായാലും ഈ കുട്ടി നോൺ വെജിറ്റേറിയനാ. എന്തെങ്കിലും കരുതിക്കൊള്ളൂട്ടോ കല്യാണി. രണ്ടു ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞ ആള് എന്തേ? ഒന്നുമില്ല. എയർപോർട്ട് വെച്ച് ആ പ്രൊഡ്യൂസർ ഒരു കുരുത്തം കെട്ട വർത്താനം പറഞ്ഞു. അയാളുടെ പണമുണ്ട്, എന്റെ സംഗീതമുണ്ട്. അത് വിലയ്ക്ക് മേടിക്കാനും മാത്രം അയാളുടെ പണം ആയിട്ടില്ല. പോയി പണിതൊക്കെ പറഞ്ഞു ഞാൻ. എന്നാലും ഇവിടെ വെച്ച് തന്നെ ഇതിങ്ങനെ അവസാനിച്ചത് നന്നായി. അങ്ങ് മദ്രാസിൽ പോയിട്ട് കശപിശ അത് ഒഴിവായല്ലോ. ഏതായി കുട്ടി? ഞാൻ പറയാറില്ലേ, കൽക്കത്തയിലുള്ള എന്റെ കൂട്ടുകാരി അപർണ. അപർണയുടെ ചേച്ചിയുടെ കുട്ടിയാ. അവരിപ്പോ സ്റ്റേറ്റ്സിലാ. കൽക്കട്ടയിലാ കുട്ടി പഠിക്കുന്നത്. വെക്കേഷന് കുറച്ചു ദിവസം ഇങ്ങോട്ട് പോരാൻ ഞാൻ എഴുതിയതാ. നന്നായി, തനിക്കൊരു കൂട്ടുപോയി. അബ്കാരിയും കൂപ്പും നടത്തി കുറെ പണം മടി തൂങ്ങി അവിടെ പുറപ്പെട്ട് വന്നോളും. പ്രൊഡ്യൂസറുടെ കച്ചയും കിട്ടി. സംഗീത സംവിധാനം നടത്തി സമ്പാദിച്ചിട്ട് വേണ്ട ഈ കുടുംബം പുലരാൻ. എന്നിട്ട് വേണ്ട ഇവന്റെ ഒക്കെ തഞ്ചത്തിൽ തുള്ളാൻ. ഞാൻ ഉപാസിക്കുന്നത് സംഗീതത്തിനെയാണ്. അതിനിപ്പോ സിനിമ തന്നെ വേണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. എന്താടോ? ഒന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ് ശുണ്ഠിയുടെ സ്റ്റോക്ക് സ്വയം തീർന്നോട്ടെ എന്ന് കരുതുകയായിരുന്നു അല്ലേ? പറയാണ്ട മനസ്സിലിട്ട് വീർപ്പ് പൊട്ടിച്ചാലേ രക്തസമ്മർദ്ദം കൂടും. തന്റെ അതിഥി ഉണ്ടല്ലോ, എന്താ കുട്ടിയുടെ പേര്? റീന. ആ കുട്ടിയെടുത്ത് പറഞ്ഞേക്കൂ, ഈ ശുണ്ഠിയും ബഹളവും കൊണ്ട് ഭയപ്പെടേണ്ടാന്ന്. തന്റെ തമ്പുരാനൊരു പാവാണെന്ന്. ഇതൊക്കെ മുൻകൂറായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലേ?